ഹലോ അസ്സാം വലൈക്കും. ചെത്തിരിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഉണക്കപ്പയർ അഥവാ വൻപയർ കൊണ്ടുള്ള ഒരു റൈസാണ് ഞാനിന്നിവിടെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിന് വേണ്ട മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഉണക്കപ്പയർ 1 കപ്പ്, നമ്മുടെ റേഷൻ കടയിൽ നിന്നൊക്കെ കിട്ടുന്ന അരി ഉണ്ടല്ലോ അത് 2 കപ്പ്, പിന്നെ ഒരു വലിയ തേങ്ങയുടെ ഒരു പകുതി. ഇതൊക്കെയാണ് മെയിനായിട്ട് ഇതിലേക്ക് വേണ്ടത്. പിന്നെ ഏതൊക്കെയാണ് വേണ്ടതെന്നുള്ളത് ഞാൻ വഴിയെ കാണിക്കാം. പിന്നെ റൈസ് 2.5 കപ്പ് എടുത്താലും കുഴപ്പമില്ല, ഈ ഒരളവിൽ മതിയാവും പയർ. എന്നാൽ ശരി, നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഒരു കുക്കറിലേക്ക് നമ്മുടെ ഉണക്കപ്പയർ കഴുകിയിട്ട് കൊടുക്കുക. അതിന് ശേഷം അതിലേക്ക് നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് അടച്ച് ഒരു 2-3 വിസിൽ വരുന്നവരെയും വെയിറ്റ് ചെയ്യുക. ഓരോരുത്തരുടെ കുക്കറുടെ അതനുസരിച്ചിട്ടായിരിക്കും അതിൻ്റെ വേവ്. അപ്പോൾ എൻ്റെ കുക്കറിൽ എനിക്ക് 4 വിസിലോളം ഇടിക്കേണ്ടി വന്നു ഇതൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നന്നായിട്ട് വേവേണ്ട, ഒരു 1/4 വേവായാൽ മതി. ഇനി കുറച്ച് വലിയൊരു പാത്രം എടുക്കുക, നമ്മൾ സാധാരണ ചോറ് വെക്കുന്ന പാത്രം. അതിലേക്ക് നമ്മൾ കഴുകിയ അരി ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ നേരത്തെ കാണിച്ച ആ ഒരു മുറി തേങ്ങ അത് ഞാൻ പിഴിഞ്ഞ് അതിൻ്റെ 1-ാം പാലും 2-ാം പാലും ഒക്കെ ഒന്നിച്ചാണ് നമ്മൾ എടുക്കുന്നത്. അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് അരി വേവുന്നതിന് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഞങ്ങളുടെ ഇവിടെയൊക്കെ അരി വേവിക്കുന്ന സമയത്ത് നമ്മൾ അതിൻ്റെ അളവ് നോക്കുമ്പോൾ നമ്മളെ കൈ ഉണ്ടല്ലോ, നമ്മുടെ കൈ വെച്ചിട്ട് കൈയുടെ നടുവിലുള്ള ആ ഒരു വരയുടെ കുറച്ച് മുകളിലേക്ക് വെള്ളം നിൽക്കണം. അതാണ് അതിൻ്റെ ഒരു കറക്റ്റായിട്ട് അരി വേവുന്നതിന് ആവശ്യത്തിന് നമ്മൾ വെള്ളം അങ്ങനെയാണ് ഒഴിക്കുന്നത്. പിന്നെ ഇതിലേക്ക് നമ്മൾ വേവിച്ച് മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ വൻപയറിൻ്റെ വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. അങ്ങനെ വെള്ളത്തിൻ്റെ ആ ഒരു അളവ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ വിരലിൻ്റെ സെൻറ്ററിലുള്ള ആ ഒരു വരയുടെ കുറച്ച് മുകളിലോട്ടായിട്ട് നമ്മൾ വെള്ളം ഒഴിച്ചാൽ മതിയാവും. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടതാണ്. എന്നിട്ട് ഇത് അടച്ചിട്ട് നമുക്ക് നന്നായിട്ട് തിളയ്ക്കുന്നവരെയും വെയിറ്റ് ചെയ്യുക. അതിന് ശേഷമാണ് നമ്മൾ വേവിച്ചിട്ടുള്ള പയർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമുക്കിതൊന്ന് തിളയ്ക്കുന്നവരെയും വെയിറ്റ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ അടപ്പ് വെച്ച് കൊടുക്കുക. ഇപ്പോൾ ഇതാ നമ്മളെ ഈ അരിയൊക്കെ നന്നായി തിളച്ച് ഏകദേശം അത് വേവുന്ന ഒരു പരുവമായിട്ടുണ്ട്. ഈ ഒരു സമയം നമുക്ക് ആ പയറും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ അടച്ച് വീണ്ടും വെച്ച് കഴിയുമ്പോൾ അത് നന്നായിട്ട് വറ്റി ഈ ഒരു പരുവത്തിലായിട്ടുണ്ടാവും. അപ്പോൾ ഇതാണ് നമ്മുടെ കറക്റ്റായിട്ടുള്ള ആ വേവ് എന്ന് പറയുന്നത്. ഇതിൻ്റെ കൂടെ കഴിക്കാനുള്ള ചമ്മന്തിയാണ്. ഇതൊരു ചമ്മന്തി കൂട്ടിയാണ് നമ്മൾ കഴിക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അരമുറി തേങ്ങ, ഒരു പകുതി സവാള, 2-3 വറ്റൽമുളക്, 1 സ്പൂൺ കാശ്മീരി മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, എല്ലാം കൂടി നല്ല തരിതരിപ്പായിട്ട് അരച്ചെടുക്കുക. അപ്പോൾ ഇതാണ് ഈ ഒരു വൻപയർ ചോറിൻ്റെ കൂടെയുള്ള കോമ്പിനേഷൻ എന്ന് പറയുന്നത്. ഇനി നിങ്ങളുടെ വീട്ടിൽ മീൻ ഉണ്ടെങ്കിൽ, വറുത്ത മീൻ കഷ്ണം ഉണ്ടെങ്കിൽ അതും കൂടി ഇതിൻ്റെ കൂടെ നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനിതാ നമ്മുടെ ഈ റൈസ് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്, അത് നമ്മൾ സെർവ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് കഴിച്ച് നോക്കാം എങ്ങനെയുണ്ടെന്ന്. കഴിക്കുന്ന ആളിത് അവിടെ എത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇനിയും ഇങ്ങനത്തെ നല്ല നല്ല വീഡിയോസുമായി നിങ്ങൾക്ക് മുന്നിൽ എത്തുന്നവരേക്കും അസ്സലാമു അലൈക്കും.